എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ ബി-ദേവ് ട്രംപറ്റ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നമുക്ക് ഹൗ ടു പ്ലേ ട്രംപറ്റ് എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എക്സസൈസ് പഠിക്കുകയുണ്ടായി, ഒരു ചെറിയൊരു എക്സസൈസാണ്. നമുക്ക് ഇന്ന് അതിൻ്റെ അടുത്ത ഘട്ടം എന്ന രീതിയിൽ ഒരു പുതിയൊരു എക്സസൈസും അതിൻ്റെ കുറച്ച് പാർട്ടും നമുക്ക് പഠിക്കാം. സപ്തസ്വരങ്ങൾ നമ്മൾ പഠിച്ചു. ഈ സ, രി, ഗ, മ, പ, ധ, നി, സ 8 നോട്ട്. നമ്മളിപ്പോൾ ആദ്യം പഠിച്ച സപ്തസ്വരങ്ങൾ ആദ്യത്തെ ഒക്ടേവിൽ വരുന്നതാണ്. നമ്മൾ സാധാരണ വായിക്കുന്ന കീബോർഡിലെ മൂന്നാമത്തെ ഒക്ടേവ്, നമ്മൾ ട്രംപറ്റ് സ്ഥിരം വായിക്കുന്ന ആദ്യത്തെ ഒക്ടേവാണ് ഈ സ, രി, ഗ, മ, പ, ധ, നി, സ. ഇതെല്ലാം നാച്ചുറൽ നോട്ട്സ് ആണ്. ഇതിന് ഷാർപ്പ് നോട്ട്, ഫ്ലാറ്റ് നോട്ട് അങ്ങനെയുള്ളത് ഒന്നും തന്നെ ഇല്ല. പക്ഷേ സരിഗമ പദനിസ എന്ന് പറയുന്നത് ഒരൊറ്റ സ്കെയിലിനെ മാത്രം സൂചിപ്പിക്കുന്നതല്ല. മറ്റ് സ്കെയിലുകളിലും സരിഗമ തന്നെയാണ് പറയുന്നത്. പക്ഷേ നോട്ടുകൾ വ്യത്യാസമുണ്ട്, കീസ് വ്യത്യാസമുണ്ട്, പിച്ച് വ്യത്യാസമുണ്ട്. അതെല്ലാം നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സംശയം ഒരാൾ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലായിടത്തും സരിഗമയല്ലേ? അല്ല, ഓരോ സ്കെയിലിനും സരിഗമയുടെ കീയും നോട്ടും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയൊരു എക്സസൈസ് പഠിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം 2 സാധാ എളുപ്പമുള്ള എക്സസൈസ് പഠിച്ചു. ഇനി നമുക്ക് പുതിയ എക്സസൈസ് പഠിക്കാം. നമുക്ക് എല്ലാവരും കാണുന്ന പോലെ ഇതാണ് എൻ്റെ ട്രംപറ്റ്. അപ്പോൾ നമുക്ക് പഠിക്കാം. ആദ്യം എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ 3 ഓപ്പൺ നോട്ട് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ഇതാണ് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഒക്ടേവിലെ 3 ഓപ്പൺ നോട്ട്. സ, പ, സ. ഈ 3 നോട്ട് എപ്പോഴും കറക്റ്റായിട്ട് കിട്ടണം എന്ന രീതിയിൽ കൃത്യമായിട്ട് വായിക്കുക. എന്നിട്ട് സ്കെയിൽ ഒന്ന് വായിച്ച് നോക്കുക. എപ്പോഴും ഈ സ്കെയിൽ വായിക്കുന്നതും നമുക്ക് ആദ്യം പതുക്കെ വായിച്ച് ക്ലിയർ ആയതിനു ശേഷം പതുക്കെ സ്പീഡ് കൂട്ടുക. ഓക്കെ, നമുക്കിനി എക്സസൈസിലേക്ക് പോവാം. നോക്കിക്കോളൂ, നമ്മൾ നേരത്തെ ഒരു ബീറ്റിൽ 2 നോട്ട് വെച്ചാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇനി നമ്മൾ ഒരു ബീറ്റിൽ 4 നോട്ട് വെച്ച് വായിക്കുക. അതായത് 1 2 3 4. ഇതാണ് ഒരു 4 ബീറ്റ്. 1 2 3 4. ഈ 1 എന്ന ബീറ്റിൽ നമ്മൾ 4 നോട്ട് വയ്ക്കും. 1. ഓക്കെ, നോക്കിക്കോളൂ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ ഞാൻ ഇവിടെ ടൈമിംഗ് കൊടുത്തിരുന്നു. അതിൽ നിങ്ങൾക്കറിയാം ഒരു ബീറ്റിന് 4 നോട്ട്. സ 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 സ. ഓക്കെ, വായിക്കുന്നത് 1 2 3 4. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. എല്ലാവരും ചോദിക്കുന്നു, നമ്മൾ ഈ ട്രംപറ്റ് വായിക്കുമ്പോൾ നോട്ട് എങ്ങനെയാണ് കട്ട് ചെയ്ത് വായിക്കുക എന്ന് ചോദിച്ചു. അതിനുള്ള മറുപടി ഞാൻ പറയാം. നമ്മളിവിടെ ഇതിനെ ടങ്കിൻ ചെയ്യുക എന്ന് പറയും. നമ്മൾ ട്രംപറ്റ് വായിക്കുമ്പോൾ നമ്മുടെ ചുണ്ടിലെ ഗ്യാപ്പ്, ഈ രീതിയിൽ എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ഈ ഗ്യാപ്പ് നമ്മൾ പൂർണ്ണമായിട്ട് ചുണ്ടുകൊണ്ട് അടച്ചടച്ച് വായിക്കാതെ നമ്മൾ അതിനെ ടങ്ക് കൊണ്ട്, നമ്മുടെ നാക്കുകൊണ്ട് അടച്ചടച്ച് വായിക്കും. അതിനെയാണ് നമ്മൾ ടങ്കിൻ ചെയ്യുന്നത്. ടക്ക് 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 ടക്ക്. നോക്കോളൂ, നമ്മൾ ചുണ്ട് കൊണ്ട് അടയ്ക്കുന്നതിന് പകരം നാക്കുകൊണ്ട് ആ ഗ്യാപ്പ് അടയ്ക്കും. ഓക്കെ, നോക്കിക്കോളൂ. ഓക്കെ, ഇനി ഇതേപോലെ എല്ലാ നോട്ടും വായിക്കുക. ഓക്കെ, നമുക്ക്
കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ശ്വാസം എടുക്കുന്ന എക്സസൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് നിർത്തി വായിച്ചെടുക്കുക. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് ടോപ്പ് വരെ എത്തിയതിനു ശേഷം മുകളിൽ നിന്ന് തിരിച്ച് വായിക്കുന്ന മുമ്പ് ശ്വാസം എടുത്ത്, ഈ ശ്വാസം എടുക്കുക നമുക്ക് ഇന്ന നോട്ട് എത്തുമ്പോൾ ശ്വാസം എടുക്കണം, ഇന്ന നോട്ട് എത്തുമ്പം ശ്വാസം വേണ്ട, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ വായിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്ന സ്പോട്ടുകളിൽ നിങ്ങൾ ശ്വാസം കൃത്യമായിട്ട് എടുത്ത് വായിച്ച് പോവുക. ഓക്കെ, ഇതാണ് ഒരു എക്സസൈസ്. അടുത്ത് നമ്മൾ ഒരു ബീറ്റിൽ 4 നോട്ട് വായിച്ചതുപോലെ തന്നെ ഇതിൽ പക്ഷേ ഒരു ബീറ്റിൽ 4 നോട്ട് വായിക്കും. പക്ഷെ രണ്ട് വ്യത്യസ്ത നോട്ടാണ്. സാ സാ രി രി ഗ ഗ മ മ പ പ ദ ദ നി നി സാ 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 നി നി ദ ദ പ പ മ മ ഗ ഗ രി രി സാ സാ. ഓക്കെ, ഇത്രയും നമുക്ക് ഇന്നത്തോടെ ഈ 2 എക്സസൈസും കൂടി വായിക്കുമ്പോൾ നമ്മുടെ പ്രാക്ടീസ് സെക്ഷൻ എല്ലാം കഴിയും. ഇത്രയും കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം നമ്മൾ ഇനി അടുത്ത വീഡിയോസ് തൊട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ബേസിക് പാട്ടുകൾ, ക്രിസ്ത്യൻ പാട്ടുകൾ, സിനിമ പാട്ടുകൾ ഉൾപ്പെടെയുള്ള പാട്ടുകൾ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം.